വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം അപ്രതീക്ഷിത നീക്കത്തിലൂടെ തടവിലാക്കിയ ലോകത്തെ ഞെട്ടിച്ച സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പൂർണ്ണ പിന്തുണയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തി. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സൈനിക നടപടിയെ ജനാധിപത്യ സംരക്ഷണം എന്നാണ് സെലൻസ്കി വിശേഷിപ്പിച്ചത്. ഏകാധിപതികളെയും സ്വേച്ഛാധിപതികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാമെന്ന് സെലൻസ്കി പറഞ്ഞു. ലോകത്തെ ഭയപ്പെടുത്തുന്ന ഏകാധിപതികൾക്ക് ഇതൊരു താക്കീതാണെന്നും അടുത്തതായി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും യുക്രൈൻ ഫോമിനോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയും അമേരിക്കയുടെ അധിനിവേശത്തെ അനുകൂലിച്ച് എക്സിൽ ദീർഘമായ കുറിപ്പ് പങ്കുവച്ചു. മഡൂറോയുടെ ഭരണകൂടം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുവെന്നും വെനസ്വേലയിലെ ജനങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നുവെന്നും സിബിഹ ആരോപിച്ചു. സ്വേച്ഛാധിപത്യത്തിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് യുക്രൈൻ സ്വീകരിക്കുന്നത്. വെനസ്വേലൻ ജനതയ്ക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ മഡൂറോ നിഷേധിച്ചു. വോട്ട് മോഷണവും പീഡനങ്ങളും പതിവാക്കിയ ഒരു ഭരണകൂടത്തിന്റെ പതനം അനിവാര്യമായിരുന്നുവെന്ന് അദ്ദേഹം കുറിച്ചു. വെനസ്വേലയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെയും സമാധാനപരമായ പ്രതിഷേധങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തിയ മഡൂറോയുടെ രീതികളെയും യുക്രൈൻ ഒരിക്കലും അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് സുരക്ഷയും സമൃദ്ധിയും ഉറപ്പാക്കാൻ ഈ അധിനിവേശം സഹായിക്കുമെന്നാണ് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ വെനസ്വേലൻ ജനതയ്ക്കൊപ്പം നിൽക്കണമെന്നും സിബിഹ ആഹ്വാനം ചെയ്തു. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്ന അമേരിക്കൻ നേതൃത്വത്തിന് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. യുക്രൈന്റെ ഈ നിലപാട് റഷ്യയും സഖ്യകക്ഷികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുറന്നടിച്ചു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ നടത്തുന്ന സായുധ കടന്നാക്രമണമാണിതെന്നും ഇത് ലോകത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും ഉറക്കത്തിനിടയിൽ കടന്നു പിടിച്ച ബന്ദികളാക്കിയത് ഞെട്ടിക്കുന്ന വാർത്തയാണെന്ന് പുടിൻ പറഞ്ഞു. സൈനിക ആക്രമണത്തിന് യാതൊരു നീതീകരണവുമില്ല. ജനാധിപത്യത്തിന്റെ പേരിൽ അമേരിക്ക ലോക പോലീസാകാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രത്യേക വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് വെനസ്വേലൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. അതിശക്തമായ ബോംബാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഈ സൈനിക നീക്കം. മഡൂറോയെയും ഭാര്യ സീലിയെയും കിടപ്പുമുറിയിൽ വെച്ചാണ് സൈന്യം പിടികൂടിയത്. ഇവരെ ഉടൻ തന്നെ വിമാനമാർഗം ന്യൂയോർക്കിലേക്ക് മാറ്റി. മാൻഹട്ടനിലെ ഹെലിപോർട്ടിൽ ഇറക്കിയവരെ പിന്നീട് കടുത്ത സുരക്ഷയുള്ള ബ്ലൂക്കിൻ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മയക്കുമരുന്ന് കടത്ത്, നാർക്കോ ടെററിസം, കൊക്കെയിൻ ഇറക്കുമതി തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് മഡൂറോയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ യന്ത്രത്തോക്കുകളും വിനാശകരമായ ആയുധങ്ങളും കൈവശം വെച്ചതിനും കേസുണ്ട്. അമേരിക്കൻ ലഹരി വിരുദ്ധ സേനയായ DEA മഡൂറോയെ ചോദ്യം ചെയ്യും. വർഷങ്ങളായി അമേരിക്കൻ ഏജൻസികൾ മഡൂറോയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മഡൂറോയുടെ തലയ്ക്ക് അമേരിക്ക നേരത്തെ കോടിക്കണക്കിന് ഡോളർ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. വെനസ്വേല ഇനി അമേരിക്ക ഭരിക്കും എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ഇത് മേഖലയിൽ വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന് വഴിവെച്ചേക്കാം. ചൈനയും ഇറാനും അമേരിക്കൻ നടപടിയെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആധുനിക കാലത്തെ കൊള്ളരുതായ്മയാണെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. എന്നാൽ അർജന്റീനയിലെ ജാവിയർ മിലെ തുടങ്ങിയ വലതുപക്ഷ നേതാക്കൾ മഡൂറോയുടെ പതനത്തെ ആഘോഷമാക്കി മാറ്റി. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇറാനിയോ ലുലാ ഡ സിൽവ കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. വെനസ്വേലയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ അംഗീകരിക്കാനാവില്ലെന്നും ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നും ലുല ആവശ്യപ്പെട്ടു. ഉറുഗ്വേ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളും സൈനിക നടപടി എതിർത്തു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയം വലിയ രാഷ്ട്രീയ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. പല രാജ്യങ്ങളും തങ്ങളുടെ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിച്ചു തുടങ്ങി. മഡൂറോയെ ന്യൂയോർക്കിൽ എത്തിച്ച ശേഷം സ്റ്റുവർട്ട് നാഷണൽ ഗാർഡ് ബേസിൽ വെച്ച വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. നിലവിൽ അതീവ സുരക്ഷയുള്ള സെല്ലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അഭിഭാഷകരെ കാണാൻ അനുമതി നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല. അമേരിക്കൻ അധിനിവേശത്തിന് പിന്നാലെ വെനസ്വേലയിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. മഡൂറോ അനുകൂലികൾ തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിലും അമേരിക്കൻ സൈന്യം പല നഗരങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തതായാണ് റിപ്പോർട്ടുകൾ. റഷ്യയും ചൈനയും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ അമേരിക്ക തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കും. ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും. വെനസ്വേലയിലെ എണ്ണ സമ്പത്ത് ലക്ഷ്യം വെച്ചാണ് അമേരിക്കയുടെ ഈ നീക്കമെന്ന ആരോപണവും ശക്തമാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം.